ഇന്നത്തെ ന്യൂസ് കേട്ടോ, ഒരു റാഗിങ്ങിനെ പറ്റി. കോട്ടയത്ത് നേഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ചങ്കിൽ കയറി ഇരുന്നിട്ട്, അങ്ങനെ പറയാം നമുക്ക്, ചങ്കിൽ കയറി ഇരുന്നിട്ട് മേല് മൊത്തം കോമ്പസ് കൊണ്ട് ഒരഞ്ഞെന്ന് പറഞ്ഞാൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ലോഷൻ കൂടെ ഒഴിച്ചിട്ടുള്ളത്. ഭയങ്കര തന്നെ. ഈ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇങ്ങനെ ആയോ എന്നാണ് ഡൗട്ട്. കാരണം അത് നേഴ്സിംഗ് വിദ്യാർത്ഥികള് സാധാരണ ആളുകളെ ശുശ്രൂഷിക്കേണ്ടവരാണല്ലേ. അതെ അതെ അതെ. ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം ന്യൂസ് ഉണ്ടായി, കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുന്നത്, റാഗ് ചെയ്തതിന്റെ പേരിൽ കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് റാഗിങ് ഇപ്പൊ നിയമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറവായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയുന്നല്ലേ. ഞാൻ ന്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ന്യൂസ് കേട്ടായിരുന്നു, പക്ഷെ ഇത് കാണാൻ നിന്നിട്ടില്ല വീഡിയോ. ആ പാവം കരയുവാണ്. ഇതുണ്ടോ, കണ്ണിലേക്ക് വീഴും. ഇത് റൂമിൽ വെച്ചിട്ടാണോ? റൂമിൽ വെച്ച് മനുഷ്യത്വം മരവിച്ച ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ക്രൂരതയുടെ നേർസാക്ഷ്യമാണിത്. കോട്ടയം മൂന്നിലവ സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ. ആ പാവം പറയുന്നുണ്ട്, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, കണ്ണിലേക്ക് വീഴുന്നുണ്ടെന്നൊക്കെ. എന്നിട്ട് ഇവർ അങ്ങനെ തന്നെ തുടരുവാണ്. മഞ്ചേരി പയ്യനാട് സ്വദേശി കാലും കൈയും. ഇവന്മാരാണ് മൊത്തം 5 പേരല്ലേ. ഇവന്മാരൊക്കെ ശരിക്കും പറയണ നന്നായിട്ട് ശിക്ഷിക്കണം അല്ലേ. ഇതല്ലാതെ ശിക്ഷയുടെ കടുപ്പം കൂട്ടിയേ പറ്റൂ. ഇവരാണ് നമ്മളെ നോക്കേണ്ടവരെ. ഇവരൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താ ഇതുള്ള. പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ലേ, വിദ്യാർത്ഥികളല്ലേ. അവിടെയാണ് പ്രായവും ഇല്ല. ഇത്ര ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഇവരുടെ ഇത് ശരിക്കും പറഞ്ഞ കേരളം ഒരു ഭയങ്കര ഒരു പണ്ട് പറയുന്ന പോലെ ഭ്രാന്താലയായെന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ എന്താണ് പറ്റിയെന്നാണ്. ഇത് ഒന്നാമത് നമ്മളെ നിയമങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ എവിടേക്കാണ് ഈ നിയമങ്ങളൊക്കെ പോകുന്നത്, ആരാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അപ്പൊ ഇതിപ്പോ ഒരു ഹോസ്റ്റൽ വെച്ചിട്ടല്ലേ ഇപ്പൊ നടന്നിട്ടുണ്ടാവുക. അതും വാർഡന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ളത്. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോ പോലും കേട്ടിട്ടില്ല. അവര് പ്രിൻസിപ്പളിനോട് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത് നമ്മളോട് പരാതിപ്പെട്ടില്ല. 3 മാസമായിട്ട് തുടരുന്ന പരിപാടിയാന്ന് പറഞ്ഞത്. എല്ലാ 15 വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് സ്ഥിരം രാത്രിയിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. അത് കാണുമ്പോ നമുക്ക് നമ്മളെ പിള്ളേരൊക്കെ ശരിക്കും ഇതുപോലെ ഹോസ്റ്റലിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ കഴിയാ. ഇതും ഗവൺമെന്റ് കോളേജാണ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ പറയുന്ന, അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സഹിക്കില്ല. കാരണം അവന്റെ കൈ പുറയിലേക്ക് കെട്ടി, കാല് കട്ടിലിന്റെ അങ്ങേ തലക്ക് കെട്ടി, എന്നിട്ട് ഇങ്ങനെ കുത്തുവാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട് എനിക്ക് വേദന എടുക്കുന്നെന്ന് പറയുന്നത്. അവനെ പക്ഷെ മറ്റവരത് നോക്കുന്നേ ഇല്ല. എന്നിട്ട് അവര് ചിരിക്കുവാണ്, അത് അട്ടഹസിക്കുക. അതുപോലെ അത് പകർത്താൻ വേണ്ടി വേറെ എടുത്താൻ ഇത് പകർത്തിയിട്ട് എന്നിട്ട് അവൻ വന്ന് പറഞ്ഞ ഒരു വികൃതമായിട്ടൊരു ന്യായീകരണമാണ്, ഇത് കണ്ട് രസിക്കാനാണ്. ഏതായാലും ഇനി അവർക്ക് ഇത് കണ്ട് രസിക്കാം. ജീവിതം ഒരു ഇന്നു മുതൽ അവർക്ക് കണ്ട് രസിക്കാവുന്നതാണ്. ജീവിതത്തെ മൊത്തത്തിലൊന്ന് കണ്ട് രസിക്കാം. ഈ കേരളത്തിന്റെ സ്ഥിതി ഇങ്ങനെ, നമ്മുടെ യുവതലമുറ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം അല്ലെ. നമ്മളൊക്കെ നീയൊക്കെ കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനത്തെ ഒരു റാഗിങ് നേരിട്ടുണ്ട്? ഇല്ല, ഞങ്ങള് കോളേജില് റാഗിങ് സംഭവം, ഞങ്ങൾക്ക് റാഗിങ് എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് റാഗിങ്ങിന് പകരം ഞങ്ങൾക്ക് ഫസ്റ്റിലുള്ള ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഒഫീഷ്യലാണ് എല്ലാം. ഞങ്ങൾ പാടുന്നു, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ ഉള്ളു. അല്ലാതെ റാഗിങ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കോളേജില് ദൈവം സഹായിച്ചിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആ സമയത്തൊക്കെ റാഗിങ് ഒന്നും ഇല്ലാത്ത കോളേജാണോ എന്ന് പോലും ഞാൻ പഠിച്ചത് ഗവൺമെന്റ് കോളേജാണ്, ഗവൺമെന്റ് കോളേജ് മണിവിലക്കുന്ന്. അവിടെ പോലും റാഗിങ് ഇല്ല. അവിടെ റാഗിങ് ഇല്ല. റാഗിങ് എന്ന് പറയുന്ന സംഭവം, ഞങ്ങൾ കയറി വന്നപ്പോ ഞങ്ങൾക്ക് കുറെ പേര് വന്ന് രാഷ്ട്രീയമുണ്ട്, ചോക്ലേറ്റ് കുറെ തന്നു, അങ്ങനത്തെ ഗിഫ്റ്റ് തരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ റാഗിങ്ങിന് പേരിൽ ഇങ്ങനെ ഇതുപോലെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഇങ്ങനെ റാഗ് ചെയ്യുന്ന കേട്ടിട്ടേ ഇല്ല.
ഇത് നമ്മള് സിനിമകളിൽ പോലും ഇതുപോലത്തെ വിഷ്വൽസ് നമ്മൾ കാണുന്നില്ല. സൈക്കോപാത്ത് ത്രില്ലറിന്റെ ഒരു സെറ്റപ്പ് പോലെ അല്ലേ? സൈക്കോകളല്ല ഇങ്ങനെ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അതും സമപ്രായക്കാരായ വിദ്യാർത്ഥിനിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേഴ്സിംഗ് പഠിക്കുന്നത് ഇത് ചെയ്യാനാണോന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ട് കോമ്പസ് കൊണ്ട് കുത്തുന്നൊക്കെ അവരുടെ മുമ്പില് ഇനിയിപ്പോ ഇതുപോലത്തെ ഒരു പാവപ്പെട്ട ഒരു രോഗി വന്ന് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മൊത്തം കുത്തിപ്പറിച്ച് എന്ത് ചെയ്യുമെന്ന് തന്നെ പറയാൻ പറ്റില്ലേ. അവരെ ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കണം എന്നല്ല, ആ ഫീൽഡെ ഇനി അവർക്ക് കൊടുത്തേക്കരുത്. അതാണ് നമ്മുടെ റിക്വസ്റ്റ്. അത് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. നമ്മളത് കേൾക്കുമ്പോ കോട്ടയംകാരൻ എന്ന നിലയിൽ എനിക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് തന്നെ നാണക്കേടാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി അവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് നമ്മളെ നാട്ടിൽ സംഭവിച്ചൊന്നുമല്ല, നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. ചിന്താഗതികൾ മാറ്റിയെടുക്കണല്ലോ. നമ്മളെ കൊച്ചുങ്ങളെ ചിന്താഗതികൾ നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ. അതുപോലെ തന്നെ ഇതിന് സെല്ലുകളും എല്ലാം ഉണ്ട്. അതായത് ആന്റി റാഗിങ് സെല്ല്, ആന്റി നാർക്കോട്ടിക് സെല്ലുകളൊക്കെ കോളേജുകളുണ്ട്. ഇതൊന്നും ആരും നോക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ പേരിനുള്ളൂ. ആ ഇപ്പൊ തന്നെ കണ്ട ആ കോളേജില്, നേഴ്സിംഗ് കോളേജില് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ റാഗിങ് നടന്നതിന്റെ തൊട്ടടുത്തുള്ള റൂമില് അവിടെ എഴുതിയിട്ടുണ്ട് സേ നോ ടു റാഗിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത്. ഇത് വാർഡന്മാരും ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും വാർഡനൊക്കെ പറഞ്ഞാല് ഇവര് എന്താ ചെയ്യുന്നത്, ഇവര് ഉറങ്ങുന്നുണ്ടോ, ഇവര് പുറത്തു പോകുന്നുണ്ടോ, അകത്താണോ, എന്താ ചെയ്യുന്നു പോലും അത് നോക്കണ്ടേ. കാരണം ഇവരിപ്പോ 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഇവര് എപ്പോ ഹോസ്റ്റലിൽ കയറുന്നു, അവരെന്ത് ചെയ്യുന്നു, അതൊക്കെ നോക്കണ്ടേ. ചില ഇപ്പൊ പ്രായത്തിൻ്റെതായിട്ടും കോളേജിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പിള്ളേരെ എല്ലാ പരിപാടികളും കലാപരിപാടികളൊക്കെ ഉണ്ടാവും, ഹോസ്റ്റലിൽ വെച്ചിട്ട് ഉണ്ടാവും. ഹോസ്റ്റൽ ചാടി പോകുന്നു, പുറത്തു പോയി സിനിമക്ക് പോകുന്നു, ഫുഡ് കഴിച്ചു വരുന്നു. ഇതൊക്കെ ഇവരറിയണം. ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പബ്ലിക് അറിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഞങ്ങളെ വീട്ടിലോ ഞങ്ങളെ റൂമിലോ ഞങ്ങളെ കോളേജിലോ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിയില്ലല്ലോ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി എന്ന് പറയുമ്പോഴാണ്. അവര് അവിടുന്ന് ഹോസ്റ്റലിൽ പോയിട്ട് അങ്ങനെ പോയിട്ടില്ല, ഹോസ്റ്റലിൽ പോയിട്ട് പറയുകയാണ് ചെയ്തത്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത്, അതായത് രക്ഷിതാവ് വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കള് രജിസ്റ്റർ ചെയ്തു, കംപ്ലൈന്റ് ചെയ്തു. അപ്പോഴാണ് എല്ലാരും അറിയുന്നത്. നമ്മളെ പിള്ളേരും തന്നെ ഇതൊക്കെ അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും കേസ് വന്നിട്ട് എന്താ പറയുന്നത്, അവരെ പിടിക്കാനുള്ള കിട്ടിയത് അവരുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ വിഷ്വൽസ് കിട്ടിയത് തന്നെ. ഏതായാലും അവര് ആ വിഷ്വൽസ് എടുത്തു വെച്ചുകൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടായി, അവർക്കാണ് ഉപകാരം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അപ്പൊ അത് ഇങ്ങനെ എനിക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരും. ശരിക്കും പറഞ്ഞാല് നമുക്ക് മറ്റുള്ള കുട്ടികൾക്കും ഇതുപോലെയുള്ള വികൃതമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ ഉള്ള താക്കീത് പോലെ വേണം ഇതിന്റെ എഫക്റ്റ് വരേണ്ടത്. അതാണ് എനിക്കും പറയാനുള്ളത്. ഇനിയിപ്പം ഇതിന് നല്ലൊരു പണിഷ്മെന്റ് തന്നെ കൊടുത്ത് സമൂഹത്തിന് ഒരു മാതൃകയായിട്ട് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള നമ്മൾ നോക്കണമെന്നാണ്, നമ്മളല്ല പോലീസുകാർ നോക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോ പേരൻസും തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് പേരൻസ് ചോദിച്ച് അറിയണം. എല്ലാ രീതിയിലും ഇൻവോൾവഡ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരൻസും, ഹോസ്റ്റല്, കോളേജ്, നമ്മുടെ സൊസൈറ്റി, എല്ലാവരും നമ്മളടക്കം അതിലും ഇൻവോൾവഡ് ആണ്. ഏതായാലും വരും വാർത്തകൾ അറിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം. നല്ല ഒരു പണിഷ്മെന്റ് കിട്ടട്ടെ ഇവർക്ക്. സൈനിങ് ഓഫ്, ശ്രീനി.